ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഗ്രാമറിന്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു, എത്ര ടൈപ്പ് ഓഫ് സെന്റൻസ് ഉണ്ടെന്ന് പഠിച്ചു. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഹാവും ഹാസും അതിലേക്ക് വന്നു അല്ലേ? ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഉണ്ട് എന്നാണ് അർത്ഥം. പക്ഷെ ഹാവും ഹാസും നമുക്ക് തോന്നുന്ന പോലെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടിന്റെ അർത്ഥം ഉണ്ടെന്നാണല്ലോ. അപ്പം എനിക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഉണ്ടെന്ന് അർത്ഥം വരുന്നത് അങ്ങനെയല്ല. ഹാവ് ഉപയോഗിക്കുന്നതിന് ഒരു നിയമമുണ്ട്, ഹാസ് ഉപയോഗിക്കുന്നതിന് ഒരു നിയമം. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഒരു വട്ടം കേട്ടാൽ ഓർത്തിരിക്കാവുന്ന നിയമങ്ങൾ മാത്രം. ഐ വി യു ദയോടൊപ്പമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹാവ് ഉപയോഗിക്കുക. ഹി ഷീ ഇറ്റ് നെയിമിനൊപ്പം നമ്മൾ ഹാസ് ഉപയോഗിക്കും. ഐ വി യു ദേ ഹാവ്, ഹി ഷീ ഇറ്റ് നെയിം ഹാസ്. ഇത്രേ ഉള്ളൂ. ഇത്രേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ. അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് മാത്രം. ഇന്ന് നമ്മൾ കുറച്ച് എക്സാമ്പിളും കൂടെ പറഞ്ഞ് ഇതങ്ങ് കൂട്ടി വെക്കാന്നാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ? അപ്പം നമ്മൾ ഇന്നങ്ങ് കൂട്ടി വെക്കാൻ പോവാം. ഇനി ഒരിക്കലും സംശയം വരാത്ത വിധത്തിൽ നമ്മളിത് കൂട്ടി വെക്കാൻ പോവാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇതൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പുതുതായിട്ട് കാണുക കേൾക്കുക ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികളാണെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വളരെ കുറച്ച് പേര് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അവർക്കത് നന്നായിട്ട് സംസാരിക്കാനും പറ്റും. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ തെറ്റുമോ അല്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് വീഡിയോസ് കാണും, അതൊന്ന് പോളിഷ് ചെയ്യും, തീർന്നു. പിന്നെ അടുത്ത വീഡിയോ കാണും, പോളിഷ് ചെയ്യും, തീർന്നു. ആരും സംസാരിക്കുന്നില്ല. ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാളെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ക്ലാസ് എടുത്ത് വെച്ച് എഴുതി വെച്ച് ആരോടെങ്കിലും ഇത് സംസാരിച്ച് നോക്കണം. സംസാരിച്ച് നോക്കുന്ന നേരത്തെ പോലെ നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. എനിക്ക് സംസാരിക്കാൻ ഒരാളില്ല എന്നിപ്പോൾ പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഒരുപാട് പേര് ഫോൺ യൂസ് ചെയ്യുന്നതാണ്. ഉപയോഗിക്കാത്ത ആളുകളും ഉണ്ട്. പക്ഷെ ഫോൺ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പല ആപ്ലിക്കേഷനിലും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കസിൻസ്, അങ്കിൾ, ആൻറ്റി, ഈവൻ നമുക്ക് അച്ഛനോട് അമ്മയോടും ഒക്കെ നമുക്ക് സംസാരിക്കാം. അച്ഛനോട് അമ്മയോടാണെങ്കിൽ നമുക്ക് നേരിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി അച്ഛനോട് അമ്മയോട് നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ലാംഗ്വേജിൽ ബുദ്ധിമുട്ട്, നമുക്ക് അവരെ പഠിപ്പിക്കാം. അത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കേട്ടോ. അത് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും എന്തായാലും നമ്മുടെ പാരൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നമ്മളെ കളിയാക്കാത്ത, നമ്മളത് പഠിച്ച് കാണണമെന്ന് ജെന്യൂനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ആളുകളാണ് ആയിരിക്കുന്നത്. അപ്പം അവർക്കത് അറിയത്തേയില്ലായിരിക്കും. നമുക്കറിയാവുന്ന അറിയാത്ത ആളുകളുടെ കാര്യം കേട്ടോ. ഞാൻ പാരൻസിനെ അറിയില്ല എന്നല്ല പറയുന്നത്. അറിയാത്ത പാരൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ അത് ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ പഠിക്കും, അമ്മയ്ക്കൂടെ അത് പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മളിത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, രജിസ്റ്റർ ആവും. നമ്മൾ പറയത്തില്ലേ കമ്പൈൻ സ്റ്റഡി ഒക്കെ എഫക്റ്റീവ് ആവാമെന്ന് പറയാനുള്ള കാര്യം എന്താ, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ വീണ്ടും പറഞ്ഞ് ഇവരെ പഠിപ്പിക്കുക. അപ്പം നമുക്കിതങ്ങ് ക്ലിയർ ആവും. അപ്പം പാരൻസിന് ഓൾറെഡി ലാംഗ്വേജ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് പെട്ടെന്ന് സംസാരിച്ചോ. ഇനി അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അറിയാത്ത കേസിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി അവിടെയാണ് ഇരിക്കുന്നത്. അതായത് അവരെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ചെയ്യാം. വേണ്ട ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ എവിടെയെങ്കിലും ഇതൊന്ന് സംസാരിച്ച് നോക്കണം. ഇല്ലെങ്കിൽ എൻ്റെ അടുത്താവാം. അതായത് നമ്മുടെ യൂട്യൂബിലെ കമൻസിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കമൻസ് ആയിട്ട് ടൈപ്പ് ചെയ്തിടാം. ഓഫ്കോഴ്സ് ഞാനതിന് ഇപ്പോൾ അത് ക്ലിയർ ആണോ എന്ന് നോക്കി തെറ്റുള്ളത് തിരുത്തി നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ പ്രൊഫൈൽ വഴി നമുക്ക് സംസാരിക്കാവുന്നതാണ്. അങ്ങനെയല്ലേ. അപ്പം ഈവൻ എൻ്റെ അടുത്ത് സംസാരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾക്കത് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല. എനിക്കിത് എഫക്റ്റീവ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലെ കുറച്ചേറെ സമയം ഞാൻ ഇതിനു വേണ്ടി എടുത്ത് മാറ്റുന്നത്. വീഡിയോ ലാഗ് ഉണ്ടാവുമെന്ന് അറിയുന്നെങ്കിലും ഞാനിത് പറയുന്നത് അതുകൊണ്ടാണ്. ഞാനിത് പറയുന്നത് കേട്ടിട്ട് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് എഫക്റ്റ് ഉള്ളൂ. ഇല്ലെങ്കിൽ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ, പ്രയോജനം ഇല്ല. ഓക്കെ, എവിടെയെങ്കിലും എൻ്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും അതൊന്ന് സംസാരിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ തിരിച്ച് ക്ലാസ്സിലേക്ക് വരാം. അപ്പം നമ്മളെന്താ പറഞ്ഞേ, ഐ വി യു ദേ വെച്ചിട്ട് എക്സാമ്പിൾ പറയാൻ പോകുന്ന പറഞ്ഞത്. ഇപ്പം എൻ്റെ അടുത്തുള്ളത് പേനയാണ്. ഓക്കെ, പേന, നമ്മുടെ പേന. അപ്പം പേന വെച്ചിട്ട് ഞാൻ പറയാം, എനിക്കൊരു പേനയുണ്ട്, ഐ ഹാവ് എ പെൻ. എനിക്കൊരു പേനയുണ്ട്, ഐ ഹാവ് എ പെൻ. എനിക്കൊരു ബൈക്ക് ഉണ്ട്, ഐ ഹാവ് എ ബൈക്ക്. എനിക്കൊരു ബുക്ക് ഉണ്ട്, ഐ ഹാവ് എ ബുക്ക്. എനിക്കൊരു കമ്മലുണ്ട്, ഐ ഹാവ് എ ഇയർ റിംഗ്. എനിക്കൊരു ഹെയർ ക്ലിപ്പ് ഉണ്ട്, എനിക്കൊരു സാരി ഉണ്ട്, എനിക്കൊരു ബാഗ് ഉണ്ട്, എനിക്കൊരു വാട്ടർ ബോട്ടിൽ ഉണ്ട്, എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട്. ഇതെല്ലാം എന്താ പറയുക, ഐ ഹാവ് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഫില്ല് ചെയ്തോളൂ. ഓക്കെ, അടുത്തത് വി, ഞാനും എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സും കൂടെ ഒക്കെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞങ്ങളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്,
നിങ്ങൾക്ക് നമ്മുടെ ബിങ്കോ ഒക്കെ ഉണ്ടല്ലോ, ബിങ്കോ ഒക്കെ കളിക്കാൻ വേണ്ടി പേനുണ്ടോ? ഞങ്ങൾക്കൊരു പേനയുണ്ട്. ഓക്കെ, വി ഹാവ് എ പെൻ, ഞങ്ങൾക്കൊരു പേനയുണ്ട്. വി ഹാവ് എ ബുക്ക്. ഓക്കെ, ബലൂൺ, വി ഹാവ് എ ബലൂൺ. ക്രിസ്മസിനൊക്കെ നമ്മളിപ്പോൾ എന്താ ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ഉണ്ടോ, സ്റ്റാർ ഒക്കെ ഇടുക എന്ന് വെച്ചോ. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഞങ്ങളുടെ ഒരു സ്റ്റാർ ഉണ്ട്, വി ഹാവ് സ്റ്റാർ. വി ഹാവ് എ ബലൂൺ, വി ഹാവ് എ പെൻ, വി ഹാവ് എ ബുക്ക്. ഓക്കെ, ഇനി യു, നിങ്ങൾ, യു ഹാവ് എ പെൻ, യു. പിന്നെ ദേ, അവരുടെ കയ്യിലും, അല്ലെങ്കിൽ അവർക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, ദേ ഹാവ് എൻ ഇന്റർവ്യൂ. അല്ലെങ്കിൽ അവർക്കൊരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയാം. അപ്പോഴെന്താ, ദേ ഹാവ് അവര്. അപ്പൊ ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. ക്ലിയർ ആണല്ലോ. അടുത്ത എക്സാമ്പിൾ എന്താണ്? എന്ത് ചേർത്താ പറയാനുള്ളത്? ഹാസ് ചേർത്താ പറയാനുള്ളത്. അപ്പൊ ഹാസ് ഉപയോഗിക്കുന്ന എന്തിനോടൊപ്പമാണ്? ഹി, ഷീ, ഇറ്റ്, നീ. ഇതിനോടൊപ്പമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹാസ് ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ. ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഒന്ന് കണ്ണൊന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ പറയുന്ന എൻ്റെ വോയിസ് ഒന്ന് കേട്ട് നോക്കുക. ഐ, വി, യു, ദേ ഇതിനോടൊപ്പം ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഐ, വി, യു, ദേയോടൊപ്പം ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഹി, ഷീ, ഇറ്റ്, നെയിം വരുന്ന സമയത്ത് ഹാസ് ഉപയോഗിക്കും. ഹി, അവനൊരു പേനയുണ്ട്. ഹി ഹാസ് എ പെൻ, അവൾക്കൊരു പേനയുണ്ട്. ഷീ ഹാസ് എ പെൻ, അവന് ഒരാളുടെ പേര് നമ്മൾ പറയാന്ന് വെച്ചോ. അർജുൻ, അർജുൻ ഒരു പേനയുണ്ട്. അർജുൻ ഹാസ് എ പെൻ. കാര്യം ഹി, ഷീ, ഇറ്റ്, നെയിമിന്റെ സ്ഥാനത്ത് ഞാൻ അർജുൻ ഒരു പേരിട്ടെന്നേ ഉള്ളൂ. അർജുൻ ഹാസ് എ പെൻ. ഓക്കെ, എനിക്കൊരു പേനയുണ്ട്. ഐ ഹാവ് എ പെൻ, നിനക്കൊരു മൊബൈലുണ്ട്. അപ്പൊ യു ഹാവ്, അവർക്ക് ദേ ഹാവ്, ഞങ്ങൾക്ക് വി ഹാവ്, അവന് ഹി ഹാസ്, അവൾക്ക് ഷീ ഹാസ്. ഒരാളുടെ പേര് അനുവിന് അനു ഹാസ്. ക്ലിയർ ആണല്ലോ. സംശയം ഒന്നും ഇല്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറയുന്ന എക്സാമ്പിൾ നിങ്ങളൊന്ന് എഴുതി നോക്കണം. എഴുതി നോക്കിക്കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഈ വീഡിയോ കാണുമ്പോൾ ഇത് ക്ലിയർ ആവും. കാര്യം എഴുതുമ്പം നിങ്ങൾക്ക് ആക്ച്വലി ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ നിങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പഠിക്കും. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി നോക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നതും കൂടി ഒന്ന് എഴുതി നോക്കുക. നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിരിക്കും. എന്താ പറയുക, എനിക്ക് ഒരു എക്സാം ഉണ്ട്. ഇപ്പം നമ്മൾ ആരെങ്കിലും എന്താ പറയുക ഒന്ന് ഒരു ഔട്ടിങ്ങിന് വിളിക്കാൻ പറയാം, ഇല്ല ഞാൻ വരുന്നില്ല കേട്ടോ, എനിക്കിന്നൊരു എക്സാം ഉണ്ട്. ഓക്കെ, അപ്പം എനിക്കൊരു എക്സാം ഉണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ, അവന് അവനൊരു ബൈക്ക് ഉണ്ടെന്ന് തന്നെ ആയിക്കോട്ടെ. അവനൊരു ബൈക്കുണ്ട്, അവന് ഒരു ബൈക്കുണ്ട്. സെന്റൻസ് ശ്രദ്ധിക്കണം. എനിക്ക് ഒരു എക്സാം ഉണ്ട്, അവനൊരു ബൈക്കുണ്ട്. നിനക്കിന്ന് ക്ലാസ് ഉണ്ട്, നിനക്കിന്ന് ക്ലാസ് ഉണ്ട്. നീ എവിടെ പോവാ, നിനക്കിന്ന് ക്ലാസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ നിനക്കിന്ന് ക്ലാസ് ഉണ്ട്. നിനക്ക് യു. ഞങ്ങൾക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. വി, ഞങ്ങൾക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ദേ, അവർക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ദേ, അവർക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ഇനി അവൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അവൾക്ക് ഷീ, അവൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. മിലുവിന് ഇന്ന് എന്താ പറയാ, മിലുവിന് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് ആയിക്കോട്ടെ. മിലുവിന് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പം ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്ത് കമന്റ്സിലിടുക, ഇല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരേ കാര്യം തന്നെ ഇതിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ഇപ്പം ഒരു തീം എടുക്കുക. അപ്പം ഇന്റർവ്യൂ എന്ന് വെച്ചൊരു തീം എടുക്കുകയാണെങ്കിൽ ഐ, വി, യു, ദേ ഇന്റർവ്യൂ വെച്ചൊരു സെന്റൻസ് ഉണ്ടാക്കുക. ഹി, ഷീ, ഇറ്റ്, നെയിം ഇന്റർവ്യൂ വെച്ചൊരു സെന്റൻസ് ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ ഒരു ടൂർ ആയിക്കോട്ടെ, ഒരു ക്ലാസ് ആയിക്കോട്ടെ, ഒരു വസ്തു ആയിക്കോട്ടെ, അത് ഈ പറഞ്ഞ 8 കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. വീഡിയോ കണ്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ഇല്ല, ഞാൻ പറയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഇത് കണ്ടിട്ട് പ്രയോജനമില്ല. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് പ്രയോജനമില്ല. എനിക്ക് വ്യൂസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ നമ്മുടെ ഇതെന്ന് പറയുന്നത് ക്ലാസ് എഫക്റ്റീവ് ആവണം, നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റണമെന്നാണ്. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് കമൻസിലൂടെ ഇത് അറിയിക്കാം. നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാലും ഞാനിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ഇത് കാണുന്ന എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമെന്ന്
സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹാഡ് ആണ് പഠിക്കാൻ പോകുന്നത്. ഹാവും ഹാസും കഴിഞ്ഞാൽ പിന്നെ എല്ലാം സിമ്പിളാണ്. ഇനി നമ്മൾ എന്ത് പഠിക്കാൻ പോവാം? ഹാഡ് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എക്സാമ്പിളൊക്കെ എഴുതി എല്ലാം സെറ്റായിട്ട് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും ഇത് പറയണം, ഒരു ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻസിൽ അറിയിക്കുക. താങ്ക് യു, ബൈ.